വടകര കുഴൽപ്പണ കേസ് ED അട്ടിമറിച്ചെന്നും കൊടകര കേസ് ശാസ്ത്രീയമായി എങ്ങനെ ഇല്ലാതാക്കാം എന്നതിന്റെ തെളിവാണ് EDയുടെ കുറ്റപത്രമെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറയുകയുണ്ടായി. പോലീസ് തെളിവുകളുടെ പശ്ചാത്തലത്തിലാണ് കേസിൽ ED അന്വേഷണം ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്നാൽ EDയെ പറ്റിയുള്ള അഭിപ്രായം ശരിവെക്കുന്നതാണ് ഇപ്പോഴത്തെ കുറ്റപത്രങ്ങൾ. BJPയുടെ വാലായി മാറിയ ED രാഷ്ട്രീയ പ്രേരിത ഇടപെടൽ നടത്തിയിരുന്നു. BJPക്കായി ചാർജ് ഷീറ്റ് മാറ്റി എഴുതിയതാണ് ED കോടതിയിൽ എത്തിച്ചിരിക്കുന്നത്. കോടിക്കണക്കിന് രൂപ BJP ഓഫീസിൽ എത്തിച്ചെന്ന് BJP തൃശൂർ ഓഫീസ് മുൻ സെക്രട്ടറി തരീർ സതീഷിന്റെ മൊഴിയുണ്ടായിരുന്നു. എന്നാൽ സതീഷിന്റെ മൊഴിയെടുത്തില്ല. BJPയെ കേസിൽ നിന്നും ED രക്ഷപ്പെടുത്തിയിരിക്കുന്നുവെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. കൊടകര കുഴൽപ്പണ കവർച്ച കേസിൽ ഇതുവരെയും ED തന്നെ ബന്ധപ്പെട്ടിട്ടില്ലെന്നും BJPക്കെതിരെ പോലീസിൽ മൊഴി നൽകിയ BJP തൃശൂർ ഓഫീസ് മുൻ സെക്രട്ടറി തിരൂർ സതീഷ് മാധ്യമങ്ങളോട് പറയുന്നു. തന്നെ സാക്ഷിയാക്കിയിട്ടുണ്ടോ എന്ന് അറിയില്ല. മാധ്യമങ്ങളോട് പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നു. EDയോ മറ്റ് അന്വേഷണ ഏജൻസിയോ ബന്ധപ്പെട്ടാൽ അത് പറയാൻ തയ്യാറുമാണ്. ചാക്കുകെട്ടുകളിലാണ് BJP ഓഫീസിൽ പണം എത്തിയത്. അത് അന്വേഷിക്കാൻ പോലും EDക്ക് കഴിവില്ല. BJP നേതാക്കന്മാരെ സംരക്ഷിക്കാൻ വേണ്ടിയാണിതെന്ന് ഇപ്പോൾ വ്യക്തമായി. അന്വേഷക സംഘത്തിന്റെ വിശ്വസ്തതയെ ചോദ്യം ചെയ്യുന്നതാണ് കുറ്റപത്രം. BJP നേതാക്കളെ സംരക്ഷിക്കുന്ന തരത്തിലുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. നടന്നത് രാജ്യദ്രോഹ കുറ്റമാണെന്നും താൻ നിയമപോരാട്ടം തുടരുമെന്നും തിരൂർ സതീഷ് പറയുന്നു. ഇന്ന് BJPയെ പൂർണ്ണമായും വെള്ളപൂശിക്കൊണ്ട് ED കേസിൽ കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. കൊണ്ടുവന്നത് BJPയുടെ പണമാണെന്നും വസ്തു വാങ്ങുന്നതിനായി കൊടുത്തുവിട്ട പണം കൊള്ളയടിച്ചതെന്നാണ് EDയുടെ ഭാഷ്യം. പോലീസിന്റെ കണ്ടെത്തലുകളെ തള്ളി കേസിലെ BJP ബന്ധം മറച്ചുവെച്ചാണ് ED കുറ്റപത്രം നൽകുന്നത്. 23 പ്രതികളാണ് കുറ്റപത്രത്തിലുള്ളത്. കലൂർ PMLA കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. ഭൂമി ഇടപാടിനായുള്ള കള്ളപ്പണമാണ് പിടികൂടിയതെന്നാണ് ED പറയുന്നത്. കൊണ്ടുവന്നത് BJPയുടെ പണമല്ലാത്തതിനാൽ ഇനി തുടരന്വേഷണം വേണ്ട എന്നുമാണ് EDയുടെ വാദം. കുഴൽപ്പണക്കേസിലെ BJP ബന്ധം വ്യക്തമായി വെളിപ്പെടുത്തുന്ന പോലീസ് റിപ്പോർട്ടിനെ അട്ടിമറിച്ചാണ് BJPക്ക് അനുകൂലമായി ED കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. ആലപ്പുഴ തിരുവിതാംകൂർ പാലസിന്റെ വസ്തു വാങ്ങുന്നതിന് ഡ്രൈവർ ഷംജീറിന്റെ കയ്യിൽ ധർമ്മരാജ് കൊടുത്തുവിട്ട 3.56 കോടി രൂപ കൊടകരയിൽ വെച്ച് കൊള്ളയടിക്കപ്പെട്ടുവെന്ന് മാത്രമാണ് ED കേസ്. പോലീസ് കണ്ടെത്തിയ കളവ് മുതലിന് പുറമെ 3 ലക്ഷം രൂപയും 8 ലക്ഷം രൂപയുടെ വസ്തുവും കണ്ടുകിട്ടിയതായും കുറ്റപത്രത്തിൽ പറയുന്നുണ്ട്. എന്നാൽ BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി കർണാടകയിൽ നിന്നും കൊണ്ടുവന്ന കള്ളപ്പണമാണ് തട്ടിയെടുത്തതെന്നും പോലീസ് കുറ്റപത്രത്തിലുണ്ട്. കുഴൽപ്പണ കവർച്ച സംഘത്തെ അറസ്റ്റ് ചെയ്ത പോലീസ് സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രൻ അടക്കമുള്ള BJP നേതാക്കളെ ചോദ്യം ചെയ്തു വരികയായിരുന്നു.